Hello everyone, I am Annavalli Sebastian. And I am Fatima Afsana. Lycée College of Pharmacy is pleased to present an interactive session with neurosurgeons from Lycée Hospital. Every single thing that makes you, the way you talk, the way you laugh, or simply the way you recognize your child's face, is all managed by a 3-pound organ sitting quietly inside your skull. The human brain is the most complex structure in this known universe as it defines who you are. Hearing the words "you have brain tumor" is most arguably one of the most terrifying experiences a person or a family can go through. But here is the reality. Medicine and surgery have transformed dramatically over the last decade. A diagnosis that used to be a battlefield, where modern science is winning daily. Joining us today to pull back the curtain on this complex world are two neurosurgeons, Dr. Sam Scaria and Dr. Raman Nair. So let's start from the basics. Tumor എന്ന വേർഡ് കേട്ടാൽ തന്നെ മെജോറിറ്റി ആളുകളും വിചാരിക്കുന്നത് അത് ക്യാൻസർ ആണെന്നാണ്. സോ ഡോക്ടറിൻ്റെ ക്ലിനിക്കിൽ വരുന്ന ഒരു പേഷ്യൻ്റിൻ്റെ അടുത്ത് ട്യൂമർ എന്താണെന്നാണ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. ബ്രെയിൻ ട്യൂമറിനെ ഒരു എക്സാമ്പിളിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. ബ്രെയിൻ ട്യൂമർ എന്ന് വെച്ചാൽ ഹൈലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റാണ്, അല്ലെങ്കിൽ ഒരു ഹൈലി ഓർഗനൈസ്ഡ് ആയിട്ടൊരു സിറ്റി ആയിട്ട് കണക്ക് കൂട്ടാം. അപ്പോൾ ആ സിറ്റിയിൽ വളരെയധികം സബ് ഡിവിഷൻസ് കാണാം. അപ്പോൾ അതുപോലെ ബ്രെയിനകത്ത് പലവിധമായ സെല്ലുകളുണ്ട്, സബ് ഡിവൈഡഡ് ആയിട്ടുള്ള സെല്ലുകളുണ്ട്. അപ്പോൾ ഓരോ സെല്ലിനും ഓരോ ഫംഗ്ഷൻ. അപ്പോൾ അതിനകത്തൊരു മിസ്യൂസ് ആയിട്ടുള്ളൊരു സെല്ല് ഡിസൈഡ് ചെയ്യുക, ഞാൻ ഒരു ഓർഡർ അനുസരിക്കത്തില്ല, വളരെയധികം തവണ പെരുകാൻ തീരുമാനിക്കുക. അപ്പോൾ അങ്ങനെ ഈ മിസ്യൂസ് ആയിട്ട് സെല്ല് ഒരു ദിവസം അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതൊരു മാസമായിട്ട് മാറും ക്രമേണ. അപ്പോൾ ആ മാസങ്ങളാണ് ട്യൂമറായിട്ട് മാറുന്നത്. വേണം ഇത് രണ്ട് തരത്തിൽ, അവിടെ എവിടെയാണോ ഉണ്ടാകുന്നത് അവിടെ മാത്രം നിലനിൽക്കാം, അല്ലെങ്കിൽ ബാക്കിയുള്ളയിടത്തോട്ട് നുഴഞ്ഞു കയറുന്ന പോലെ സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ ബ്രെയിനകത്ത് ഈ ട്യൂമർ വളരുമ്പോൾ എന്ത് സംഭവിക്കും? ബ്രെയിൻ നമ്മുടെ സ്കളിൽ ക്ലോസ്ഡ് ബോക്സ് പോലെയാണ്. അപ്പോൾ ഈ ബ്രെയിനകത്ത് ട്യൂമർ വളരുമ്പോൾ വളരെയധികം പ്രഷർ കൂടും. ഈ പ്രഷർ കൂടുമ്പോൾ ഏത് ഭാഗത്താണ് പ്രഷർ കൂടുന്നത് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ആളുകളിലേക്ക് കാണും. അതാണ് സിംറ്റംസ് ആയിട്ട് പുറത്തു വരുന്നത്. ഡോക്ടർ, ട്യൂമർ ഉണ്ടെങ്കിൽ സാധാരണമായി കാണുന്ന സിംറ്റംസ് എന്തൊക്കെയാണ്? ബ്രെയിൻ ട്യൂമർ ഡയഗ്നോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് തരത്തിൽ, ഇപ്പോൾ പറഞ്ഞല്ലോ, ഏതെങ്കിലും സിംറ്റമായിട്ട് ആളുകൾ വരാം. അപ്പോൾ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഏത് ഭാഗത്താണ് ട്യൂമർ ഇരിക്കുന്നത് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ കാണാം. കാഴ്ചയ്ക്കുള്ള മങ്ങൽ, കേൾവിക്കുള്ള ബുദ്ധിമുട്ടുകൾ, ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു വശത്ത് ശക്തിക്കുറവ്, പിന്നെ അപസ്മാരം, ബോധക്ഷയം, അതും അല്ലെങ്കിൽ തലവേദന. പിന്നെ രണ്ടാമത് വേറെ രീതിയിൽ ട്യൂമർ കണ്ടുപിടിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാരണത്തിന് തലയ്ക്കോ ഒരു സ്കാൻ എടുത്തു കഴിഞ്ഞാൽ ആ സ്കാനിന് അവിചാരിതമായി കണ്ടുപിടുന്ന ട്യൂമറുകൾ, അതിനെ ഇൻസിഡൻ്റൽ ട്യൂമേഴ്സ് എന്ന് വിളിക്കപ്പെടും. പല ആളുകളും തലവേദന വന്നാൽ അത് ബ്രെയിൻ ട്യൂമർ ആണെന്നാണ് അസ്യൂം ചെയ്യുന്നത്. എല്ലാ ഹെഡേക്സും ബ്രെയിൻ ട്യൂമറിൻ്റെ സിംറ്റംസ് ആണോ? അതൊരു വെരി ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. ഹെഡേക്ക് എന്ന് പറയുമ്പം നമുക്ക് ആക്ച്വലി ഞങ്ങളുടെ ക്ലിനിക്കിൽ വരുന്ന ഒരു 90% ആൾക്കാർക്കും ഉള്ള ഹെഡേക്സ് യൂഷ്വലി ബ്രെയിൻ ട്യൂമർ കൊണ്ടല്ല. ഓക്കെ, അപ്പം ഹെഡേക്ക് പല തരത്തിലുണ്ട്, പല രീതികളിലുണ്ട്. അപ്പം അതാണെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്ത് അത് ബ്രെയിൻ ട്യൂമർ കൊണ്ടാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ ഡയഗ്നോസിസിലോട്ട് നമ്മൾ ഫസ്റ്റ് എത്തുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഒരു ഹിസ്റ്ററിയാണ്, പ്രോപ്പർ ഹിസ്റ്ററി എന്ന് വെച്ചാൽ. അപ്പോൾ നമ്മൾ ഹിസ്റ്ററിയിൽ ചോദിക്കുന്ന സാധാരണ ചോദ്യങ്ങളാണ്, ഇത് ഏത് സമയത്താണ് വരുന്നത്? രാവിലെ എണീക്കുമ്പോഴാണോ, രാത്രി കിടക്കാൻ പോകുന്ന മുമ്പാണോ, അതോ ദിവസം മൊത്തമായിട്ടും തലവേദന ഉണ്ടോ? പിന്നെ ഇത് കൂടാതെ തലവേദനയുടെ കൂടെ വരുന്ന വേറെ സിംറ്റംസ് എന്ന് വെച്ചാൽ ഛർദി ഉണ്ടോ, കണ്ണിൽ മങ്ങലുണ്ടോ, ഇരുട്ട് കയറുന്നുണ്ടോ, ബോധക്ഷയം വരുന്നുണ്ടോ, ഇങ്ങനെ പല പല ചോദ്യങ്ങൾ ചോദിച്ചാണ് നമ്മളൊരു ഡയഗ്നോസിസ് എത്തുന്നത്. ഇപ്പോൾ ബ്രെയിൻ ട്യൂമറിൽ കാണുന്ന ഹെഡേക്ക് എന്ന് വെച്ചാൽ യൂഷ്വലി ഏർലി മോർണിംഗ് ഹെഡേക്സ് ആയിരിക്കും, സിവിയർ ഹെഡേക്സ്, എണീക്കുന്ന ഉടനെ, ആൻഡ് ഓൾസോ അസോസിയേറ്റഡ് വിത്ത് ഒരു ടെൻഡൻസി ടു വോമിറ്റ്, ആൻഡ് ആസ് വെൽ ആസ് ചിലപ്പോൾ ചില സമയത്ത് അത് ഒരു ബ്ലറിങ് ഓഫ് വിഷൻ അല്ലെങ്കിൽ ഒരു മങ്ങൽ, ഓക്കെ, അങ്ങനെ വരാം. ഡോക്ടർ, മുതിർന്നവരിലും കുട്ടികളിലും കാണുന്ന സിംറ്റംസ് സെയിം ആണോ? ഇനി ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടോ? അതെങ്ങനെ അറിയാൻ പറ്റും? കുട്ടികൾ എന്ന് വെച്ചാൽ ഞങ്ങൾ ആക്ച്വലി അത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് രണ്ടായിട്ടാണ്. ഇൻഫൻസ് ഓർ ബിലോ 2 years of age ആൻഡ് 2 to 18 years of age. ഇപ്പോഴത്തെ ഒരു റൂൾ വെച്ച് 18 years വരെ അവർ ചിൽഡ്രൻ ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം 2 to 18-year-old ചിൽഡ്രൻ കുറച്ചും കൂടെ വോക്കലായിരിക്കും, അവർ കുറച്ചും കൂടെ അവർക്ക് അവരുടെ സിംറ്റംസ് പറയാൻ സാധിക്കും. അതേ സമയത്ത് 2 വയസ്സിന് താഴോട്ടുള്ള പിള്ളേർ യൂഷ്വലി നമ്മളൊരു ഹിസ്റ്ററി വെച്ചാണ് അത് കൂടുതലും ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഹിസ്റ്ററി ക്യാൻ ബി പേരൻസ് നോട്ടീസ് ചെയ്യുന്ന ചില സിംറ്റംസ് ലൈക്ക് രാവിലെ ഹെഡേക്ക് വരുന്നു, ഛർദ്ദിക്കുന്നു, അല്ലെങ്കിൽ ഇൻക്രീസ് ഇറിറ്റബിലിറ്റി, ലോസ് ഓഫ് ആപ്പിറ്റൈറ്റ്,
പിന്നെ ഒരു കോമൺ തിങ് ദാറ്റ് ഈസ് നോട്ടിസ്ഡ് ഇസ് കോൺസ്റ്റിപ്പേഷൻ, ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ, വേർ ഈ എന്താ ബാത്റൂമിൽ പോകാൻ വേണ്ടി എന്താ ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ ഉള്ള പ്രഷർ കൊടുക്കുമ്പോൾ അവർക്ക് തലവേദന വരും. അപ്പോൾ അവരത് വേണ്ടാന്ന് വെക്കും. ഓക്കെ, സോ ദീസ് ആർ ദ സിംറ്റംസ് യൂഷ്വലി സീൻ ഇൻ ചിൽഡ്രൻ ബിലോ 2. ആൻഡ് എബോവ് 2 ആകുമ്പോൾ ഒബ്വിയസ്ലി ദേ ആർ മോർ വോക്കൽ. അവർ കുറച്ചും കൂടെ സംസാരിക്കാൻ പറ്റും, അവർക്ക് കുറച്ചും കൂടെ അവരുടെ സിംറ്റംസ് ആണെങ്കിൽ അവർക്ക് പറയാൻ പറ്റും. ഡോക്ടേഴ്സ്, ബിനൈനും മാലിഗ്നന്റ് ട്യൂമേഴ്സ് എന്ന് പറയുന്നത് വളരെയധികം കേൾക്കാറുണ്ട്. സോ ഇവർ തമ്മിലുള്ള ആക്ച്വൽ ഡിഫറൻസ് എന്താ, ആൻഡ് വിച്ച് ടൈപ്പ് ഇസ് മോർ കോമൺ? ബിനൈൻ ട്യൂമേഴ്സിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ക്യാൻസറസ് അല്ലാത്ത ട്യൂമേഴ്സ്. ഒട്ടുമിക്ക ശതമാനവും ബിനൈൻ ട്യൂമേഴ്സാണ്. അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ ഒരു 70-75% ബ്രെയിൻ ട്യൂമേഴ്സും ബിനൈൻ ടൈപ്പ് ഓഫ് ട്യൂമേഴ്സാണ്. അവയുടെ ലോങ് ടേം ഔട്ട്കമ്മ് വളരെ നല്ലതാണ്. ഇപ്പോൾ ബാക്കി ഒരു 20-25% ഉള്ളൂ അഡൽട്സിനകത്ത് വരുന്നത് ക്ലയോബ്ലാസ്റ്റോമ എന്നൊക്കെ വിളിക്കുന്ന അഗ്രസീവ് ആയിട്ടുള്ള ബ്രെയിൻ ട്യൂമേഴ്സ് ഉള്ളൂ. അവയുടെ ഔട്ട്കംസ് ലോങ് ടൈമിൽ മോശമാണ്. ഇവയെ നമുക്ക് ഓപ്പറേഷന് മുമ്പ് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. 100% കൃത്യതയോടെ ഓപ്പറേഷന് ശേഷം ബയോപ്സിയിലൂടെ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഡോക്ടർ, അപ്പോൾ ഈ സെയിം സ്റ്റാറ്റിസ്റ്റിക്സ് ആണോ ചിൽഡ്രൻസിൽ കാണപ്പെടുന്നത്, അല്ലെങ്കിൽ വാട്ട് ഇസ് ദ ഡിഫറൻസ്? കുട്ടികളിൽ ആക്ച്വലി ഒരു ബിലോ 2 years ഓഫ് ഏജ് ഒരു 30-40% മാലിഗ്നന്റ് ട്യൂമേഴ്സ് ആണ്. ബാക്കി ഒരു 50-60% ഉള്ളൂ ബിനൈൻ ട്യൂമേഴ്സ്. അപ്പോൾ അത് പ്രസൻറ്റ് ചെയ്യുന്ന സിംറ്റംസും വ്യത്യാസമായിരിക്കും. ആൻഡ് ഈ ബിലോ 2 years ഓഫ് ഏജ് ഉള്ള മാലിഗ്നന്റ് ട്യൂമേഴ്സ് ആക്ച്വലി പുവർ പ്രോഗ്നോസിസ് ആണ്. എന്ന് വെച്ചാൽ അത് അവർക്കാണെങ്കിൽ ഒരു സർവൈവൽ കുറവാണ്. അറ്റ് ദ സെയിം ടൈം 2 to 18 years ഓഫ് ഏജ് ഉള്ള കുട്ടികൾക്ക് അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ആർ ബെറ്റർ ബിക്കോസ് ദ പെർസെൻറ്റേജ് ഓഫ് ട്യൂമേഴ്സ് ആർ ഓൾസോ മോർ ബിനൈൻ ദാൻ മാലിഗ്നന്റ്. CT സ്കാൻ ആൻഡ് MRI സ്കാൻ എന്ന ടേംസ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. ഡോക്ടർ സാം, ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ആൻഡ് ഇതിൽ ഏതാണ് പ്രിഫർ ചെയ്യുന്നത്? CT ഉപയോഗിക്കുന്നത് ഫോർ എക്സാമ്പിൾ നമ്മുടെ കാഷ്വാലിറ്റിയിൽ ഒരു എമർജൻസിയിൽ ഒരു ബോധമില്ലാത്ത ഒരു പേഷ്യൻറ്റ് വന്നു, അതിന് സംതിങ് റിലേറ്റഡ് ടു ഹെഡ് എന്ന് ആർക്കാണെങ്കിലും മനസ്സിലാവും. അപ്പോൾ ഫാസ്റ്റായിട്ട് നമുക്ക് ഇമേജിങ് വേണമെങ്കിൽ ആ സന്ദർഭത്തിൽ CT ആയിരിക്കും വളരെ എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ സാധിക്കുന്നത്. CT ഷോസ് ബോൺ ആൻഡ് വി വിൽ ബി ഏബിൾ ടു അക്യൂർ ഇമേജസ് ഫാസ്റ്റ്. പക്ഷേ MRI is definitely the gold standard for brain imaging. It gives a clarity of the soft tissues and almost worth 99 to 100% we will be able to delineate a tumor with enhancement if required. കുട്ടികളിൽ നമുക്ക് കൂടുതലും താല്പര്യം MRI ആണ്. ബിക്കോസ് ഒരു CT സ്കാൻ എന്ന് വെച്ചാൽ ദ എമൗണ്ട് ഓഫ് റേഡിയേഷൻ ദാറ്റ് ഗോസ് ഇൻ ഇസ് വെരി ഹൈ. അപ്പോൾ യൂഷ്വലി ഒരു 10 years താഴോട്ടുള്ള പിള്ളേർക്ക് വി ഡോണ്ട് പ്രിഫർ CT അൺലെസ് ഇറ്റ്സ് എൻ എമർജൻസി. ഡോക്ടർ സാം പറഞ്ഞ പോലെ എമർജൻസി വിഭാഗത്തിൽ വരുന്നു ആൻഡ് അൺകോൺഷ്യസ് ആയിട്ടൊരു ചൈൽഡ് വരുന്നു. അപ്പോൾ നമുക്ക് ഏറ്റവും ഫാസ്റ്റായിട്ട് അക്വയർ ചെയ്യാൻ പറ്റുന്നത് CT ആണ്. സോ വി വുഡ് പ്രിഫർ CT. ബട്ട് ബ്രെയിൻ ട്യൂമറിൻ്റെ കാര്യം വരുമ്പോൾ വി വുഡ് ഡെഫിനറ്റ്ലി പ്രിഫർ MRI ഫോർ ചിൽഡ്രൻ. ഡോക്ടേഴ്സ്, പേഷ്യൻസ് പലരും പറയാറുണ്ട് MRI സ്കാൻ എടുക്കുന്നതിന് മുമ്പ് ഒരു ഇഞ്ചക്ഷൻ എടുക്കുമെന്ന്. സോ ആ ഇഞ്ചക്ഷൻ എന്താ, അതെങ്ങനെയാണ് ആ ട്യൂമറിനെ കാണാൻ സഹായിക്കുന്നത്? സോ ആ ഇഞ്ചക്ഷൻ ഉദ്ദേശിക്കുന്ന കോൺട്രാസ്റ്റ് ആണ് അത് ഉദ്ദേശിക്കുന്നത്. സോ കോൺട്രാസ്റ്റ് യൂഷ്വലി നമ്മൾ ഇൻട്രാവീനസ് ആയിട്ട് IV ആയിട്ടാണ് കൊടുക്കുന്നത്. അത് 2 തരത്തിലുണ്ട്. CTക്ക് ആണെങ്കിൽ നമ്മൾ അയോണിക് ഓർ നോൺ അയോണിക് കോൺട്രാസ്റ്റ് ആൻഡ് MRIക്ക് ഗഡലിനിയം എന്ന് പറഞ്ഞിട്ട് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ടൈപ്പ് കോൺട്രാസ്റ്റ്. അപ്പോൾ അതിൽ വ്യത്യാസങ്ങൾ രണ്ടിലും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ CT ആണെങ്കിൽ നമുക്ക് ഒരുപാട് വോളിയം വേണം, ഒരു 40 to 80 ml വരെ വോളിയം വേണ്ടി വരും. വൈൽ MRI ആകുമ്പം വളരെ ചെറിയ വോളിയമേ ഉള്ളൂ, 8 ml ആണ് യൂഷ്വലി നമ്മൾ കൊടുക്കുന്ന കോൺട്രാസ്റ്റ്. അപ്പോൾ കോൺട്രാസ്റ്റ് ഈ ട്യൂമേഴ്സ് എല്ലാം ഭയങ്കര എന്തുവാ ബ്ലഡ് വെസൽസ് ഒക്കെ വെച്ച് എൻറിച്ച്ഡ് ആയിട്ടുള്ള ലീഷൻസ് ആണ്. അത് ഗ്രോയിങ് ആണല്ലോ, ഗ്രോയിങ് സാധനങ്ങളാണ് ട്യൂമേഴ്സ്. അപ്പോൾ അതുകൊണ്ട് ട്യൂമേഴ്സൊക്കെ ഈ കോൺട്രാസ്റ്റ് എടുത്ത് കോൺട്രാസ്റ്റ് വെച്ച് നന്നായിട്ട് നമുക്കത് ഡിഫൈൻ ചെയ്യാൻ പറ്റും. So most tumors are contrast enhancing tumors. ഡയഗ്നോസിസ് കൺഫേം ആയി, സർജറിക്ക് വേണ്ടി ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ കയറുന്നതിന് മുമ്പും ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അകത്തും എന്താ നടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുണ്ട്. ട്യൂമർ സർജറിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ സർജറികളും ഇലക്ടീവ് സർജറി ആയിരിക്കും. അല്ലാതെ ഒരു കൂട്ടം വരുന്നുണ്ട്, അത് എമർജൻസി ആയിട്ട് വരുന്നത്. അതിന് ഈ പ്രീ ഓപ്പറേറ്റീവ് ഇവാലുവേഷൻസും കാര്യമായി ബാധകമല്ല. പക്ഷേ ഇലക്റ്റീവായിട്ട് വരുന്ന സർജറീസിനെ നമ്മൾ കറക്റ്റായിട്ട് എല്ലാ ഇമേജിങ്സിന് ശേഷവും ഥറോവായിട്ട് ഒപ്റ്റിമൈസ് ചെയ്ത് സേഫായിട്ടാണ് പേഷ്യൻസിനെ OTയിലോട്ട് എടുക്കുന്നത്. OTയിൽ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് വളരെ സ്ട്രക്ചേർഡായിട്ട് പേഷ്യൻ്റെ ഏത് ഭാഗത്താണ് ട്യൂമർ അത് എക്സ്പോസ് ചെയ്ത് ഇന്നത്തെ കാലത്തുള്ള ആധുനിക സജ്ജീകരണങ്ങളുടെ സഹായത്തോടെ ട്യൂമർ നീക്കം ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്യുന്ന സർജറി ഓൾമോസ്റ്റ് ഒരു 95 to 98% സക്സസ്ഫുൾ ആയിരിക്കും.
അപ്പോൾ നമുക്ക് ഓപ്പറേഷനെ സഹായിക്കാൻ വളരെയധികം ടൂൾസ് ഉണ്ട്. ബ്രെയിനിൽ കൺട്രോൾ ചെയ്യാനുള്ള ഇലക്ട്രിക് കോട്ടറി മുതലായി ന്യൂറോ നാവിഗേഷൻ എന്ന് പറയുന്ന ടൂൾസ്, അതായത് ബ്രെയിൻ നമ്മുടെ GPS എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതുപോലെയാണ് ന്യൂറോ നാവിഗേഷൻ ടൂൾസ് വർക്ക് ചെയ്യുന്നത്. ട്യൂമർ റിമൂവ് ചെയ്യാൻ വേറെ ഉപകരണങ്ങളുടെ സഹായം എടുക്കും. ഇതിൽ കൂടാതെ വളരെ ഹൈ ഡെഫിനിഷനിലൂടെ നമുക്ക് ട്യൂമറിനെയും ബാക്കിയുള്ള ചുറ്റുപാടുകളെ തിരിച്ചറിയാൻ സാധിക്കുന്ന മൈക്രോസ്കോപ്പുകളൊക്കെ ഇന്നത്തെ കാലത്തുണ്ട്. അതെല്ലാം നമ്മുടെ സർജറി വളരെയധികം സേഫ്റ്റി മാർജിൻസിനോടെ ചെയ്യാൻ ഉതകുന്നതാണ്. സാധാരണ ഒരു ഇലക്ട്രിക് സർജറി ആണെങ്കിൽ അണ്ടർ GA ആണെങ്കിൽ പേഷ്യൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു എണീറ്റ് വരൂ എന്ന് വിളിക്കുന്നതായിരിക്കും മിക്കവാറും പേഷ്യൻ്റ് കേട്ടുകൊണ്ട് എണീക്കുന്നത്. ഡോക്ടർ, എവേക്ക് ബ്രെയിൻ സർജറി എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും സർപ്രൈസ് ആണ്. ഓപ്പറേഷൻ നടക്കുമ്പോൾ പേഷ്യൻ്റ് എവേക്കായി ഇരിക്കുന്നത് എന്തിന്? അതും ബ്രെയിൻ സർജറി ആയിട്ട് അവർക്ക് പെയിൻ അനുഭവപ്പെടാത്തത് എന്തുകൊണ്ട്? യൂഷ്വലി എവേക്ക് ബ്രെയിൻ സർജറി ചെയ്യുന്ന ഇലക്ട് ആൻഡ് ബ്രെയിൻ ഏരിയാസിലാണ്. അതായത് നമ്മുടെ സംസാരം നിയന്ത്രിക്കുന്ന ഭാഗത്തിലോട്ട് ട്യൂമർ ഇരുന്നാൽ, അല്ലെങ്കിൽ നമ്മുടെ കൈകാലുകളെ ചലനത്തെ നിയന്ത്രിക്കുന്ന ഭാഗത്ത് മോട്ടോർ കോട്ടക്സിൽ എവിടെയെങ്കിലും ട്യൂമറുകൾ ഇരുന്ന് ആ ഭാഗത്തെ സർജറിക്കാണ് എവേക്ക് സർജറി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇൻട്രോഓപ്പറേറ്റീവ് ഒരു ന്യൂറോ ഫിസിയോളജിസ്റ്റ് മോണിറ്റർ ചെയ്യും. ഒരു കൈ പൊക്കാനും സംസാരിക്കാനും ഈവൻ പാട്ട് പാടാനും അങ്ങനത്തെ സ്കില്ലുള്ള ഏത് സ്കില്ലാണോ അറ്റ് റിസ്ക് അത് ചെയ്യിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ മാർജിനിൽ വെച്ച് നമുക്ക് ട്യൂമർ റിസെക്ഷൻ നിർത്താൻ എവേക്ക് സർജറി കൊണ്ട് സാധിക്കും. പേഷ്യൻ്റ് വേദന അറിയുമോ എന്നുള്ള ചോദ്യം ഇതിൻ്റെ ഉള്ളിലുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ ബ്രെയിൻ പാരഗാമിക്ക് പെയിൻ സെൻസിറ്റീവ് അല്ല. ബ്രെയിൻ്റെ കവറിങ് ആണ് ബാക്കിയുള്ള തൊലിപ്പുറങ്ങളുണ്ട്. അവിടെയെല്ലാം നമ്മൾ ലോക്കൽ അനസ്തീഷ്യ കൊടുത്ത് മരവിപ്പിച്ചിട്ടാണ് ഈ സർജറി ചെയ്യുന്നത്. ഇങ്ങനത്തെ സർജറികൾക്ക് പ്രീ ഓപ്പറേറ്റീവ് നല്ല തറവായിട്ടുള്ള കൗൺസിലിംഗ് ആവശ്യമുണ്ട്. എന്താണ് നടക്കാൻ പോകുന്നത്, OTയിൽ എങ്ങനെയാണ്, വേണമെങ്കിൽ ഒരു റിഹേഴ്സൽ പോലും നടത്തിയിട്ടാണ് പല സെൻറ്റേഴ്സിലും എവേക്ക് ബ്രെയിൻ സർജറീസ് നടത്തുന്നത്. എവേക്ക് സർജറി എന്ന് പറഞ്ഞാൽ സർജറിയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ പേഷ്യൻറ്റിനെ ഫുൾ ഉണർത്തി ഇരുത്തിയല്ല നമ്മൾ സർജറി ചെയ്യുക. നമുക്ക് വേണ്ട സമയത്ത് മാത്രം പേഷ്യൻറ്റിനെ ഉണർത്താൻ സാധിക്കും. അതിന് വളരെ സ്കിൽഡ് ആയിട്ടുള്ള ന്യൂറോ അനസ്തീഷ്യോളജിസ്റ്റിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അവരുടെ സ്കില്ലാണ് പേഷ്യൻറ്റിനെ ഉണർത്തി നമുക്ക് നൽകുക എന്നുള്ളത്. ഡോക്ടർ രമൻ, ഇപ്പം അവേക്ക് ബ്രെയിൻ സർജറി മുതിർന്നവർ ചെയ്യുന്നുണ്ടെന്ന് ഇപ്പോൾ കേട്ടു. അപ്പോൾ കുട്ടികളിൽ ഇത് ചെയ്യാറുണ്ടോ? കുട്ടികളിൽ ഇത് ചെയ്യാറില്ല, ബിക്കോസ് അത് ഫീസിബിൾ അല്ല. ബിക്കോസ് ഇതാണെങ്കിൽ ഒരുപാട് ട്രെയിനിങ് വെച്ചാണ് ഞങ്ങളാണെങ്കിൽ പേഷ്യൻറ്റിനെ തിയേറ്ററിനുള്ളിൽ കയറ്റുന്നത്. അവർക്ക് എന്താണ് ചെയ്യേണ്ടത്, അവരെന്ത് ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നതൊക്കെ അവരുടെ അടുത്ത് ഫ്രീ ആയിട്ട് ഇൻഫോം ചെയ്തിട്ടാണ് കയറ്റുന്നത്. അപ്പം മോസ്റ്റ് ചിൽഡ്രൻ അത് ഫീസിബിൾ അല്ല. ആൻഡ് ഓൾസോ ചിൽഡ്രൻ ആർ മോർ സസെപ്റ്റബിൾ ടു പെയിൻ. സോ ഡോക്ടർ, ബ്രെയിൻ ട്യൂമറിന് കീ ഹോൾ സർജറി പോസിബിൾ ആണോ? ബ്രെയിൻ ട്യൂമർ സർജറിയിൽ ആക്ച്വലി ദർ ഇസ് നോ ഓപ്ഷൻ ഫോർ കീ ഹോൾ സർജറി. എല്ലാം ഓപ്പൺ സർജറീസ് തന്നെയാണ്. പിന്നെ വളരെ സ്പെസിഫിക് ലൊക്കേഷൻസ് ലൈക്ക് പിറ്റ്യൂട്ടറി ട്യൂമേഴ്സ് എന്ന് പറയുന്നത് പിറ്റ്യൂട്ടറി അഡിനോമാസിന് മാത്രം നമുക്ക് എൻഡോസ്കോപ്പി വഴി മൂക്ക് വഴി ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ദേ ആർ ഓൾസോ നോട്ട് ആക്ച്വലി കീ ഹോൾ. ഓക്കെ, സോ കീ ഹോൾ സർജറി എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ ആക്ച്വലി ബ്രെയിൻ ട്യൂമർ സർജറി ഇല്ല. ഡോക്ടർ, ഒരു പേഷ്യൻ്റ് സർജറി കഴിഞ്ഞിട്ട് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? അതിൻ്റെ ഫോളോ അപ്പും തുടർ ചികിത്സ എങ്ങനെയാണ്? ബ്രെയിൻ ട്യൂമർ സർജറിയുടെ കോണർ സ്റ്റോൺ ആണ് റാഡിക്കൽ ട്യൂമർ സർജറി. അപ്പോൾ അതുകൊണ്ട് മാത്രം എല്ലാ ട്രീറ്റ്മെൻറ്റും തീരുന്നില്ല. നമ്മൾ പറഞ്ഞല്ലോ, പാത്തോളജി റിപ്പോർട്ട്സ് അനുസരിച്ച് ഒരു പക്ഷേ ട്യൂമറുകൾക്ക് അഡ്ജുവൻറ്റ് തെറാപ്പീസ് വേണ്ടി വന്നിരിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള പേഴ്സണലൈസ്ഡ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ള ലെവലിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റിന് പേഷ്യൻറ്റിന് കീമോ റേഡിയോ തെറാപ്പി വേണ്ട വരാം. അതിനുശേഷം വളരെ കണിശിതമായ ഇൻ്റർവെൽസിൽ ഫോളോ അപ്പ് ആവശ്യമുണ്ട്. നമ്മൾ തുടർ ചികിത്സയും ഫോളോ അപ്പുമായിട്ട് MRI മുതലായ ഇമേജിങ്സ് എടുക്കാറുണ്ട്. ഡോക്ടേഴ്സ്, എന്നിട്ട് ഈ ഡിസ്കഷൻ കഴിഞ്ഞപ്പോൾ ഒരു കാര്യം വളരെ ക്ലിയർ ആണ്. ബ്രെയിൻ ട്യൂമർ ട്രീറ്റ്മെൻറ്റിൻ്റെ പോസിബിലിറ്റീസ് വളരെയധികം എക്സ്പാൻഡ് ആവുന്നു. സോ ഈ ഇൻ്റർവ്യൂ കേൾക്കുന്ന ഒരു പേഷ്യൻറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ട്യൂമർ ഫേസ് ചെയ്യുന്ന ഒരു പേഷ്യൻറ്റിന് ഫൈനലായിട്ട് എന്ത് മെസ്സേജാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ട്യൂമർ ഡയഗ്നോസിസ് ലൈഫ് ഓൾട്ടറിങ് ആണ്, പക്ഷേ ഹോപ്പ്ലെസ് അല്ല. അൺലൈക്ക് ഫ്യൂ ഡെക്കേഡ്സ് ബാക്ക്, ഇന്നത്തെ അഡ്വൻറ്റ് ഓഫ് ടെക്നോളജി കാരണം better tumor removal is possible, and with advanced chemotherapeutic and adjuvant therapy, the prognosis is better, except for few tumors. Only thing is trust your medical and surgical team and go. As we come to the end of this insightful interview, I would like to extend my sincere gratitude to both of our neurosurgeons who came and was able to share their valuable and insightful experience on World Brain Tumor. The key message we take away is that awareness,
early diagnosis and timely medical intervention can make a significant difference in outcome. Let us continue to spread awareness, support the affected, and encourage people to seek medical attention whenever concerning symptoms arise. Thank you, doctors, and to everyone who was with us today. Together, let's work to a future for better care for brain tumor patients. Thank you so much for being with us today.